ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ അക്ഷരോത്സവമായ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറാണ് MPIFL 6ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തത്. പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി. ഇനിയുള്ള 4 നാളുകളിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതിഭകൾ കനകക്കുന്നിൽ സംഗമിക്കും. പൂച്ചെണ്ടുകൾക്ക് പകരം പുസ്തകങ്ങൾ നൽകി ഉദ്ഘാടകനെ വരവേറ്റു. പ്രഭാഷണങ്ങളുടെയും സംവാദങ്ങളുടെയും ദിനങ്ങൾക്കാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ തിരിതെളിഞ്ഞത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് മാതൃഭൂമി നിലനിൽക്കുന്നതെന്നും എല്ലാ ദിശകളിൽ നിന്നുമുള്ള ആശയങ്ങളെ സ്വാഗതം ചെയ്യുന്ന സമൂഹമാണ് നമ്മുടേതെന്നും അക്ഷരോത്സവം ഉദ്ഘാടനം ചെയ്ത ഗവർണർ പറഞ്ഞു. മാതൃഭൂമി ഹാസ് ഓൾവേസ് fought for all sorts of freedom. Freedom from foreigners, freedom of speech, everything. We have been very great-hearted to welcome all of them because we believed Vasudeva Kutumbakam. മറ്റ് അക്ഷരോത്സവങ്ങളിൽ നിന്നും മാതൃഭൂമി അക്ഷരോത്സവം എക്കാലവും വേറിട്ട് നിൽക്കുന്നതാണെന്ന് ടി പത്മനാഭൻ. ധാരാളം പുസ്തകോത്സവങ്ങളുണ്ട്. പലതും സത്യത്തിൽ ഒരുതരം കാർണിവൽ മാത്രമാണ്. പക്ഷേ മാതൃഭൂമി അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ചിന്താധാരകളെ നമ്മുടെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, കണ്ടിട്ടുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം വെല്ലുവിളി നേരിടുന്ന കാലത്ത് നടക്കുന്ന അക്ഷരോത്സവത്തിന്റെ പ്രാധാന്യം ഫെസ്റ്റിവൽ ചെയർമാനും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായ MV ശ്രേയാംസ്കുമാർ വിവരിച്ചു. കറൻസ് ഓഫ് ചേഞ്ച്, മാറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും, ചലനാത്മകമാണ്. ആ മാറ്റങ്ങൾ എങ്ങനെ നമ്മൾ കാണുന്നു, ഏതെല്ലാം തരത്തിൽ നമ്മൾ ഓരോ മേഖലകളിലും മാറ്റങ്ങൾ വരുന്നു, ആ മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. 500-ലധികം എഴുത്തുകാരും സംവാദകരുമാണ് ഇത്തവണത്തെ MPIFLന്റെ ഭാഗമാകുന്നത്. സാഹിത്യം, കല, സംഗീതം, സിനിമ, രാഷ്ട്രീയം, ശാസ്ത്രം തുടങ്ങി സംസ്കാരത്തിന്റെ വ്യത്യസ്ത ശബ്ദങ്ങൾ 12 വേദികളിലായി പ്രതിധ്വനിച്ചു തുടങ്ങി. പ്രശസ്ത ഗായിക ശ്വേതാമോഹന്റെ ഇന്ന് വൈകിട്ട് നടക്കുന്ന സംഗീത പരിപാടിയോടെ കലാവിരുന്നുകൾക്കും കാവ്യാലാപനങ്ങൾക്കും തുടക്കമാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.